ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മനസ്സമാധാനമില്ലാതാക്കാൻ നമ്മുടെ മനസാക്ഷിക്ക് കഴിയും. സ്വന്തം തെറ്റുകളെക്കുറിച്ച് ലജ്ജ തോന്നുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരാൾ അതിനനുസരിച്ച് ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ കഴിവില്ലാത്തവനാകുമ്പോൾ മാനസികമായി ഒരു നരകം സൃഷ്ടിക്കുകയായിരിക്കും. ആദി വ്യാധിയായിത്തീരും. ഇക്കാലത്തെ രോഗികളിൽ ഒരു വലിയ സംഖ്യ ഇപ്രകാരം രോഗികളായവരാണ്. പക്ഷവാത രോഗിയെ യേശു സൗഖ്യമാക്കിയപ്പോൾ ആദ്യം പാപം മോചിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചു. പാപമോചന ബോധ്യം ലഭിച്ച ആൾക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ എളുപ്പമായിരുന്നു. മനസാക്ഷിയെ മുറിപ്പെടുത്തുന്ന പ്രവൃത്തികളുടെ ഓർമ്മകൾ രൂക്ഷമാകുമ്പോൾ മനുഷ്യൻ നിരാശനാകും. ചിലർ ആത്മഹത്യയിലൂടെ വിടുതലിന് ഒരുമ്പെടും. ചിലർ നേർച്ചകാഴ്ചകൾക്കും തീർത്ഥാടനത്തിനും പോകും. എന്നാൽ അതുകൊണ്ടൊന്നും സമാധാനം ലഭിക്കില്ല. യേശുവിൻ്റെ സാന്നിധ്യം ബുദ്ധിക്കപ്പുറമായ മാർഗത്തിലൂടെ സമാധാനം തരും. ഇത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ ഇടയിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ബുദ്ധിപൂർവം സമാധാനം കണ്ടെത്തുവാനുള്ള മാർഗം ഉപദേശിക്കുകയല്ലായിരുന്നു. താൻ അവരോട് കൂടെയുണ്ടെങ്കിൽ സമാധാനം ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്താൽ നമ്മുടെ അപരാധം ക്ഷമിച്ചും പാപം മോചിച്ചും കിട്ടുന്നു. 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ഉയിർപ്പിനെ വിവരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ ഉയിർത്തെഴുന്നേറ്റ യേശുവിനോട് ചേർന്ന് ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നു. ലേഖനങ്ങളിൽ നിത്യനും സമകാലീനനുമായ യേശുവിനെക്കുറിച്ച് ഉപദേശിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ജീവിക്കുന്ന യേശു ദർശനത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. നാം ഇവയിൽ കൂടി ലഭിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം വിശ്വസിച്ചാൽ പാപഭാരം നീങ്ങി സമാധാനവും സ്വാതന്ത്ര്യവുമുള്ള ജീവിതം നയിക്കുവാൻ പ്രാപ്തരാകും. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ മാത്രമായിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 32:1. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.